ഇത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. ആ സവാളയും കൂട്ടി ഒരു 2-3 പീസ് എടുത്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഗംഭീരമാണ്. ഉച്ചയ്ക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട, ഈ സൈഡിൽ വല്ല ഒഴിക്കാനും വെച്ചാൽ അത് അത്ര മാത്രം മതി. സോയയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോയ എടുക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, നമുക്ക് കട്ട് ചെയ്യണ്ട, തേങ്ങ തിരുവണ്ട, ഒന്നും ചെയ്യണ്ട, വളരെ ഈസിയാണ്. ആകെ ചെയ്യേണ്ടത് എടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് സോയാണ് എടുത്തിരിക്കുന്നത്. നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് തണുത്ത വെള്ളത്തിലിട്ട് കഴുകി അതിനെ പിഴിഞ്ഞങ്ങോട്ട് മാറ്റി വയ്ക്കുക. അത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 മുട്ട, പാകത്തിന് ഉപ്പ്. ഓക്കെ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒഴിക്കേണ്ട, മുട്ടയിൽ തന്നെ മിക്സ് ആയാൽ മതി. കാരണം നമ്മൾ ഇതിലേക്ക് സോയ ഇടുമ്പോൾ അതിൽ ഉള്ള ഒരു നനവുണ്ടാവും. അപ്പോൾ അത് മതി കേട്ടോ. ഇനി കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് ആ ഒരു സോയയുടെ ഉള്ളിലേക്കൊക്കെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് മസാല പിടിപ്പിക്കാൻ പറ്റും. അത് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്തത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. ഇനി 3 കാര്യങ്ങൾ ചേർക്കണം നമ്മൾ. ഒരു 1/4 ഫ്രൈ ആവുമ്പോൾ കറിവേപ്പില, പച്ചമുളക്, ഒരു 1/2 സവാള, ഒരു സെറ്റിൽ 1/2 സവാള. ഓക്കെ, 2 സെറ്റായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മളൊരു ഫുൾ സവാള എടുക്കുന്നു. ഇങ്ങനെ വറുത്ത് കോരി എടുക്കുക. ഗംഭീര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മുളകുണ്ടല്ലോ, എനിക്ക് അധികം എരി വേണ്ടാത്തത് കൊണ്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ലാസ്റ്റ് ചേർത്ത 3 കാര്യങ്ങൾ, കറിവേപ്പില, പച്ചമുളക്, പിന്നെ സവാള, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇൻ കേസിന് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടെ ഇടാം. സൂപ്പർ ടേസ്റ്റാണ്. ഒരു ഒഴിച്ചുകറി മാത്രം മതി. ലഞ്ച് ബോക്സ് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവർ നിങ്ങളെ കെട്ടിപ്പിടിച്ച് വയ്ക്കും. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ട് പറയണേ. നമുക്ക് വീണ്ടും എന്നും കണ്ടുകൊണ്ടേയിരിക്കാം.